ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം നടന്നു കഴിഞ്ഞല്ലോ. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ചോദ്യം 1. 3, 8, 13, 18 എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? ആൻസർ സി ആണ്, 16. ചോദ്യം 2. ലഘൂകരിക്കുക. 0.2/4 ഇൻറ്റു 0.27 ബൈ 0.3 ദ ഹോൾ ക്യൂബ്. അതിൻ്റെ ആൻസർ ബി ആണ്, 16. മൂന്നാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകൾ 2ന് 3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3ന് 5 എന്ന അനുപാതത്തിലാകും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ എ ആണ്, 20. നാലാമത്തെ ചോദ്യം. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? അതിൻ്റെ ആൻസർ ഡി ആണ്, 9. അഞ്ചാമത്തെ ചോദ്യം. 3x - y = 2187 3x + y = 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? അതിൻ്റെ ആൻസർ സി ആണ്, 6. എക്സിൻ്റെ മൂല്യം 6. ആറാമത്തെ ചോദ്യം. അക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. അവിടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ ഒന്നുമല്ല. ഡി ഇതൊന്നുമല്ല എന്നതാണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിൻ്റെ ഒരു ഉദാഹരണം? ഏറ്റവും ചെറിയ ജോലി ആദ്യം എന്നതാണ് ശരിയായ ഉത്തരം. ഡി, ഓപ്ഷൻ ഡി. എട്ടാമത്തെ ചോദ്യം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. ഉത്തരം ബി, ഓപ്ഷൻ സ്റ്റാർ. ഒൻപതാമത്തെ ചോദ്യം. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമായ നമ്പർ സിസ്റ്റമാണ് എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം. ഫ്ലോ ചാർട്ട് ഒരുതരം ഡാഷ് ആണ്. ഫ്ലോ ചാർട്ട് ഒരുതരം ദ്വിമാന ഗ്രാഫിക്സ് ആണ്. ബി, ഓപ്ഷൻ ബി, ദ്വിമാന ഗ്രാഫിക്സ് ആണ് ശരിയുത്തരം. പതിനൊന്നാമത്തെ ചോദ്യം. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. 3, 15, ക്വസ്റ്റ്യൻ മാർക്ക് 285, 1023. ഇതിൽ കാണാതായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 63. ചോദ്യം 12. തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി, പുക. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, പുക. 13. ഒറ്റയാനെ കണ്ടെത്തുക. 1116, 288, 576, 964. ഇതിൽ ഒറ്റയാനായിട്ട് വരുന്നത് 964 ആണ്. ഓപ്ഷൻ എ, 964 ആണ് ശരിയുത്തരം. 14. ചോദ്യം. ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചർ എന്നത് YJFHMJW എന്നെഴുതാം. എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എന്നത് എങ്ങനെ എഴുതും? ആൻസർ ഓപ്ഷൻ സി ആണ്, JIZHFYNTS. 15. ചോദ്യം. ഹാഷ് എന്നത് ഗുണനമാണെങ്കിൽ, അറ്റ് എന്നത് ഹരണം ആണെങ്കിൽ, അപ്പ് എന്നത് സങ്കലനമാണെങ്കിൽ, ഡൗൺ എന്നത് വ്യവകലനമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ വില കണ്ടുപിടിക്കുക. ഈ ചോദ്യത്തിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 9 ആണ് ആൻസർ. 15. ചോദ്യം. ഹാഷ് എന്നത് ഗുണനമാണെങ്കിൽ, അറ്റ് എന്നത് ഹരണമാണെങ്കിൽ, അപ്പ് എന്നത് സങ്കലനമാണെങ്കിൽ, ഡൗൺ എന്നത് വ്യവകലനമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ വില കണ്ടുപിടിക്കുക. 6, ഹാഷ് 13, അപ്പ് 45, അറ്റ് 3, ഡൗൺ 7, ഹാഷ് 12. ഇതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 9. 16. ചോദ്യം. ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, അക്ബർ.
ചോദ്യം 17. താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ് എന്നതാണ്. ചോദ്യം 18. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1. ദേശീയ പരമാധികാരം എന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2. സ്വയം പ്രതിരോധമല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 2 പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം 19. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെൻ്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, റഷ്യൻ വിപ്ലവം. ചോദ്യം 20. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏവ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 21ാമത്തെ ചോദ്യം. എഡ്വിൻ 11 മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 20 km/മണിക്കൂറിലും രണ്ടാം പകുതി 24 km/മണിക്കൂറിലുമാണ് യാത്ര ചെയ്തത് എങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 240 കിലോമീറ്റർ. 22ാമത്തെ ചോദ്യം. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ആൻസർ ഓപ്ഷൻ എ, 36 ദിവസം. 23ാമത്തെ ചോദ്യം. 5.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം ഉരുക്കി 5.2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു. സിലിണ്ടറിൻ്റെ ഉയരം കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ ബി, 5.2. 24ാമത്തെ ചോദ്യം. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. 1 വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര? ഓപ്ഷൻ ബി, 56,180 രൂപ. ആൻസർ 1 വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക 56,180 രൂപ. നിവിൻ 25ാമത്തെ ചോദ്യം. നിവിൻ 500 രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങി. ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോയ് അത് 20% നഷ്ടത്തിൽ ജനുവിനും, ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വില എത്ര? ആൻസർ ഓപ്ഷൻ ബി, 396 രൂപ. 26ാമത്തെ ചോദ്യം. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. 2. റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം. 3. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം. 26ാമത്തെ ചോദ്യം. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. 2. റവന്യൂ കമ്മി പൂർണ്ണമായി ഇല്ലാതാക്കണം. 3. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 3ഉം മാത്രം. അതായത് പ്രസ്താവനകളിൽ 2ാമത്തെയും 3ാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. 27ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടർ വിലയ്ക്ക് NNP കണക്കാക്കുക. NNPയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. ആൻസർ സി ആണ്.
രൂപ 4800 കോടി. 28ാമത്തെ ചോദ്യം. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 1. ബാങ്ക് നിരക്ക്. 2. വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ. 3. തുറന്ന വിപണി പദ്ധതികൾ. മേൽപ്പറഞ്ഞവയിൽ ശരിയേത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. 29ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണ ക്രമം ഏതാണ്? 1. സമഗ്ര വളർച്ച. 2. ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം. 3. കാർഷിക വികസനം. 4. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4, 1 അങ്ങനെയാണ് അതിൻ്റെ ക്രമം വരിക. 30ാമത്തെ ചോദ്യം. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹനായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ. ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും. 31ാമത്തെ ചോദ്യം. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? ആൻസർ ഓപ്ഷൻ ബി. താജ്മഹൽ. 32ാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ആൻസർ ഒന്നാമത്തെ പ്രസ്താവനയാണ്. കോവാക്സിൻ കോവിഡ്-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിൻ ആണ് എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 33. മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി. ടേബിൾ ടെന്നീസ്. 34ാമത്തെ ചോദ്യം. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? ഓപ്ഷൻ ഡി. ആനന്ദ് നീലകണ്ഠൻ ആണ് ശരിയുത്തരം. 35ാമത്തെ ചോദ്യം. ആരാണ് വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി. പണ്ഡിറ്റ് KP കറുപ്പൻ. 36ാമത്തെ ചോദ്യം. റാം മാധവൻ്റെ പുത്രൻ്റെ സഹോദരനാണ് എങ്കിൽ റാം മാധവൻ്റെ ആരാണ്? ആൻസർ ഓപ്ഷൻ സി. കൊച്ചുമകൻ, ഗ്രാൻഡ് സൺ ആണ് ശരിയുത്തരം. 37ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര? ആൻസർ ഓപ്ഷൻ എ. 4:50. 38ാമത്തെ ചോദ്യം. ഒരു ഘടികാരത്തിൻ്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവെത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 210 ഡിഗ്രി. 39. ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി. ഞായറാഴ്ച. ചോദ്യം 40. പി എന്നത് ക്യൂവിൻ്റെ തെക്കുഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ആണെങ്കിൽ പി ആറിൻ്റെ ഏത് ദിശയിലായിരിക്കും? ആൻസർ സി. ഓപ്ഷൻ സി ആണ്. തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും. ചോദ്യം 41. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി. 1969. ചോദ്യം 42. ലോക ജലദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി. മാർച്ച് 22. 43. 2008 IT ആക്ട് 66A വകുപ്പ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയയ്ക്കുക. ചോദ്യം 44. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതുമായിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി. കോവിഡ്-19 ആൻറ്റിബോഡി പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചോദ്യം 45. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ആൻസർ ഓപ്ഷൻ എ. റേബീസ്. ചോദ്യം 46. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? 1. അന്തരീക്ഷത്തിൽ എത്രമാത്രം നീരാവിയുണ്ടെന്നത് ആകെ ഉണ്ടായേക്കാവുന്നതിൻ്റെ നിശ്ചിത ശതമാനമാണ്.
2. കുറഞ്ഞ ആപേക്ഷിക ഈർപ്പം താരതമ്യേന വരണ്ട അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഉയർന്ന ആപേക്ഷിക ഈർപ്പം താരതമ്യേന ഈർപ്പമുള്ള അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്നു. 3. ആപേക്ഷിക ഈർപ്പം കൂടുതലുള്ളപ്പോൾ താരതമ്യേന വളരെ കുറച്ച് ജലം മാത്രമേ ത്വക്കിൽ നിന്നും ബാഷ്പീകരിക്കപ്പെടുന്നുള്ളൂ. കാരണം ചുറ്റുമുള്ള അന്തരീക്ഷം താരതമ്യേന ഈർപ്പമുള്ളതും അത് ചർമ്മത്തിൻ്റെ ഉപരിതലത്തിൽ കൂടുതൽ ചൂടുണ്ടാക്കുന്നതുമാണ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് 1, 2, 3 പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ചോദ്യം 47. താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? 1. മംഗലപ്പുഴ, 2. ഇടമലയാർ, 3. ഗായത്രിപ്പുഴ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം, അതായത് മംഗലപ്പുഴയും ഇടമലയാറുമാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ. 48-ാമത്തെ ചോദ്യം 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റ് 1-ൽ ഹിമാലയത്തിലെ ഡിവിഷനുകളും ലിസ്റ്റ് 2-ൽ നദികളുടെ പേരുകളും കൊടുത്തിരിക്കുന്നു. അതിൽ ആൻസറായിട്ട് വരുന്നത് ബി 2, 1, 4, 3 എന്നതാണ് ശരിയായ ഉത്തരം. അപ്പം അതിൽ പഞ്ചാബ് ഹിമാലയത്തിന് ലിസ്റ്റ് 2-ൽ 2ാമത്തെ ഓപ്ഷൻ വരും. കുമോൺ ഹിമാലയം ബിക്ക് 1ാമത്തെ ഓപ്ഷൻ വരും. സിക്ക് 4ാമത്തെ ഓപ്ഷൻ വരും. ഡിക്ക് 3ാമത്തെ ഓപ്ഷൻ വരും. ചോദ്യം 49. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1. മർദ്ദവ്യത്യാസങ്ങൾ, 2. കൊറിയോലിസ് ഇഫക്റ്റ്, 3. ഘർഷണം. താഴെ കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1, 2 and 3. ചോദ്യം 50. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. 2. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏവ? ആൻസറായിട്ട് വരുന്നത് സി ആണ്. 1ഉം 2ഉം ശരി. 51-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. 2. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവമുണ്ടായിരുന്നു. 3. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. 52-ാമത്തെ ചോദ്യം അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി എ.വി. കുഞ്ഞമ്പു. 53. 1930-കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. 1. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. 2. ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി. 3. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം മാത്രം ശരിയാണ്. പ്രസ്താവനകൾ 2ഉം 3ഉം മാത്രം ശരിയാണ്. ചോദ്യം 54. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. 2. ഇത് ദേശീയതയുടെ വർദ്ധിച്ചുവരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. 3. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി ഇതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രം. പ്രസ്താവനകളിൽ 1ഉം 2ഉം മാത്രം ശരിയായത്. ചോദ്യം 55. 1975-ൽ അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. 2. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു.
3. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3 പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ്. ചോദ്യം 56. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഈ എപ്പിക്. ഓപ്ഷൻ സി സ്മോൾ ലെറ്റർ ഇ ഹൈഫൻ EPIC അതാണ് ശരിയായ ഉത്തരം. 57. ഇലക്ടറൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചോദ്യം 58. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത്: 1. ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. 2. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. 3. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 59. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ സി ആമുഖമാണ് ശരിയായ ഉത്തരം. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷയല്ലാത്തത്? ആൻസർ ഹിന്ദി. ചോദ്യം 61. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏവയാണ് പോസ്കോയെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? 1. ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം. 2. പോസ്കോയ്ക്ക് ലിംഗഭേദമില്ല, നിഷ്പക്ഷമാണ്. 3. കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് പ്രസ്താവനകൾ 1, 2, 3. 62. സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് KT തോമസ്. 63. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിൻറ്റിംഗ് കാണാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ. ചോദ്യം 64. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത്? ഓപ്ഷൻ എ മുടിയേറ്റ്. ചോദ്യം 65. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശങ്ങളിൽ പെടാത്തത്? എ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം. ബി. വോട്ടെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കാനുള്ള അവകാശം. സി. തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശം. ഡി. തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല. ചോദ്യം 66. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതി? ചോദ്യം 66. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? 1. ആസാം. 2. നാഗാലാൻഡ്. 3. അരുണാചൽ പ്രദേശ്. 4. മിസോറാം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 67. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. 1. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. 2. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 3. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം മാത്രം. ചോദ്യം 68. മൗലിക അവകാശങ്ങൾ എന്നാൽ: 1. ന്യായീകരിക്കാവുന്നവ. 2. സമ്പൂർണ്ണമായവ. 3. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. 4. ഭേദഗതി വരുത്താവുന്നവ.
ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം തെറ്റാണ്. ചോദ്യം 69. ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ്. ചോദ്യം 70. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതു വഴിയാണ്? ആൻസർ ഓപ്ഷൻ ബി 74-ാം ഭരണഘടനാ ഭേദഗതി. ചോദ്യം 71. In order to travel, you need a passport. Dash. You might need a visa, immunization jabs, and fulfill quarantine conditions. Complete the sentence using the most appropriate connective. The answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻ അഡീഷൻ. ചോദ്യം 72. I have seen her dash times this year, but not very often. Complete the sentence using the right. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, എ ഫ്യൂ ടൈംസ് ദിസ് ഇയർ. ചോദ്യം 73. When I go to the hospital, she dash sit in the waiting room. Choose the correct tense form. ആൻസർ ഓപ്ഷൻ സി, was sitting. She was sitting in the waiting room. 74. I will wait until I dash him. സിയുടെ കറക്റ്റ് ടെൻസ് ഫോം ചേർക്കാനാണ്. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സി. ചോദ്യം 75. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. 2. മൈ മം സേസ് ദാറ്റ് വി മസ്റ്റ് പാക്ക് സൂൺ. 3. വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു ദി സീ കോസ്റ്റ്. 4. ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസസ് ഇൻ എ ലോജിക്കൽ മാനർ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3, 2, 1, 4. ചോദ്യം 77. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. ക്വസ്റ്റ്യൻ നമ്പർ 77. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്കൗണ്ട്സ് ഗ്രോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പ്രോവർബ്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഹീ ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. കംപ്ലീറ്റ് ദ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. ആൻസർ ഓപ്ഷൻ ഡി, ചിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 79. ഐ വെയിറ്റഡ് dash 9 o'clock and then went home. Choose the right preposition. Answer option D, until. I waited until 9 o'clock and then went home. ചോദ്യം 80. You have to take an exam dash the course. ബ്രാക്കറ്റിൽ പാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു പാസ്. യു ഹാവ് ടു ടേക്കൺ ആൻ എക്സാം ടു പാസ് ദ കോഴ്സ്. 81. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ. ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. ചൂസ് ദ കറക്റ്റ് ആഡ്വർബ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഹൗവർ. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ, ഹൗവർ ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. ചോദ്യം 82. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. കൊളോക്യൽ എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. COLLOQUIAL, കൊളോക്യൽ. ഓപ്ഷൻ എ. 83-ാമത്തെ ചോദ്യം. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ചൂസ് ദ റൈറ്റ് ഡിറ്റർമിനർ. 83-ാമത്തെ ചോദ്യം. ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ചൂസ് ദ റൈറ്റ് ഡിറ്റർമിനർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, എ. എ വാർ നെവർ സോൾവ്സ് എനിത്തിങ്. Question number 84. The train will arrive at the station at 6:15 p.m. Choose the right adverb.
ആൻസർ ഓപ്ഷൻ സി എക്സാക്ട്ലി. 85. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off in the above sentence most appropriately? Answer option D ആണ്, to make someone fall down suddenly. 86. They can't decide dash to travel north dash south. Use the right connective. Option C ആണ് ആൻസർ. They can't decide whether to travel north or south. Question number 87. Write the synonym of again. Answer option C similar. ചോദ്യം 88. I don't know if he is coming. Here if is used to. Answer option D ആണ്, to express a doubt. 89. The house is so dirty. I really must clean it. What is the use of the modal auxiliary? Answer option A ആണ്, to express obligation. 90. He dashed a large bill at the shopping center yesterday. Choose the correct phrasal verb. ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, ഓപ്ഷൻ സി ran up. He ran up a large bill at the shopping center yesterday. 91. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത്? ആൻസർ ഓപ്ഷൻ ഡി വമ്രി. 92. വിപരീത പദം എഴുതുക. രസം. ആൻസർ ഓപ്ഷൻ ബി നീരസ. 93. സലിംഗ ബഹുവചനമേത്? ആൻസർ ഓപ്ഷൻ എ മിടുക്കന്മാർ. 94. പിരിച്ചെഴുതുക. ഇന്നീ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ന് അധികം ഇ. 95. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലയിട്ട് ചവിട്ടുക. 96. യാചകൻ എതിർലിംഗം എഴുതുക. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, യാചകി. 97. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്, അതനുസരിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 98. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗൗരവം. 99. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്, അവധൂതൻ. 100ാമത്തെ ചോദ്യം, ശരിയായ വാക്യമേത്? അതിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ഡി ആണ്, കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ഇന്നത്തെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്പം ടഫായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നല്ല സ്കോർ ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.